വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയും വ്യത്യസ്തമായിട്ടുള്ള ഒരു കറിയാണ്, മല്ലിയരച്ച മുട്ടക്കറി. ഈ ഒരു കറി എൻ്റെ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മ, അങ്ങനെ ജനറേഷൻസ് കൈമാറി വന്നേക്കുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് കണ്ടു നോക്കാം. ഈ മല്ലിയരച്ച മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് കുറച്ച് ഇൻഗ്രീഡിയൻസ് അരയ്ക്കാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ മിക്സി ജാറിലേക്ക് ഒരു 8 തൊട്ട് 10 ചുവന്നുള്ളി, 6 കഷ്ണം വെളുത്തുള്ളി, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി നിറച്ചെടുത്തേക്കുന്നതാണ്. ട്രഡീഷണലി എൻ്റെ ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടാക്കുമ്പം തലേദിവസം മല്ലി, ഹോൾ മല്ലിയായിട്ടുള്ളത് സോക്ക് ചെയ്ത് വെക്കും. കുതിർത്ത് വെച്ച ശേഷം മിക്സ് ചെയ്ത് അരച്ചെടുക്കുകയാണ് ചെയ്യാറ്. ഇപ്പം നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ കുറച്ച് വെള്ളം ചേർക്കാം, അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചു. അപ്പോൾ നല്ല മല്ലിയുടെയും ഗരം മസാലയുടെയൊക്കെ നല്ല മണമാണ്. അപ്പോൾ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വഴറ്റാനുണ്ട്. നാടൻ കുക്കിങ്ങിന് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് 2 സവോള, അതിനൊപ്പം തന്നെ 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. 2-3 പച്ചമുളക് ഉപയോഗിക്കാം. 5 അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തത്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു, സോഫ്റ്റായി, ലൈറ്റ് ബ്രൗൺ ടിൻ്റായിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ അരച്ച മിക്സ്ചർ ഇതിനകത്തേക്ക് ചേർക്കാം. നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് സമയം എടുക്കും, പച്ചമണം നന്നായിട്ട് മാറണം. ഞാൻ മിക്സി ജാറിലേക്ക് അരപ്പുണ്ടായിരുന്നുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തു. അതൊന്ന് റിൻസ് ചെയ്തിട്ട് അതോടെ ഒഴിക്കാം. മിക്സി ജാറിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് അതോടെ ഇതിനകത്തേക്ക് ചേർത്തു. ഇതിലേക്ക് നമുക്ക് പൊട്ടേറ്റോസ് ആഡ് ചെയ്യാനായിട്ടുണ്ട്. 2 പൊട്ടേറ്റോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനെപ്പോഴും വെള്ളത്തിലേക്കാണ് പൊട്ടേറ്റോ ഇടുന്നത്, കളർ മാറാണ്ടിരിക്കാനായിട്ട്. അതുകൂടെ ആഡ് ചെയ്യാം. പൊട്ടറ്റോ ഇട്ട് ആ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2-3 കറിവേപ്പില കീറിയിടുകയാണ്. കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് കറിയുടെ മണം ഭയങ്കര ഒരു ചേഞ്ചാണ്. പൊട്ടേറ്റോ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി നമുക്കിതിലേക്ക് 2-ാം പാൽ ചേർക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1.5 കപ്പ് 2-ാം പാലാണ്. അതോടെ ചേർക്കാം. 2-ാം പാൽ നിർബന്ധമില്ല, നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചാണെങ്കിലും ഇത് കുക്ക് ചെയ്യാം. ഇനി അടച്ചു വെച്ച് പൊട്ടേറ്റോസ് നന്നായിട്ട് കുക്കാകുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക. തീ കുറച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്യായിരുന്നു. ചെക്ക് ചെയ്യാം.
പൊട്ടറ്റോസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് ഒക്കെ ചെക്ക് ചെയ്യുക, എരിവ് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർക്കാം. നമുക്കിതിലേക്ക് മുട്ട 5 മുട്ട 5-6 മുട്ടയൊക്കെ ഇടാം. ഇതിനകത്തേക്ക് ഇടാം. സ്ലിറ്റ് ചെയ്തിടാം, അല്ലെങ്കിൽ ഹോളായിട്ട് ഇടാം. ഹോളായിട്ട് ഇടുന്നെങ്കിൽ ഒന്ന് വരനേച്ചിടുക, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിടുക. നമുക്കിതിലേക്ക് 1-ാം പാലൂടെ ചേർക്കാം. മുട്ടയിട്ടൊന്ന് തിളയ്ക്കണം. 1-ാം പാൽ ചേർക്കാം. 1/2 കപ്പ് 1-ാം പാൽ. 1-ാം പാൽ ചേർത്ത് കഴിയുമ്പോൾ തിക്ക് മിൽക്കാണ്. ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ബോയിൽ ആവാണ്ടിരിക്കണം. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. മല്ലി അരച്ച മുട്ടക്കറി ആക്ച്വലി റെഡിയായി. നമുക്കിന്ന് കടുക് പൊട്ടിക്കാൻ മാത്രമേ ഉള്ളൂ. ഈ പാനിൽ ഇപ്പുറത്തേക്ക് മാറ്റാം. കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ, നെയ്യ് വേണേലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പം 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 3 ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, 2 വറ്റൽമുളക് ഒന്ന് കീറിയിടാം. ഉള്ളി നന്നായിട്ട് മൂക്കണം, ബ്രൗൺ കളർ ആവണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഈ കടുക് പൊട്ടിച്ച മിക്സർ നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം. ഫ്ലേവേഴ്സ് എല്ലാം ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് നമ്മളൊന്ന് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് വെച്ചു. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നമ്മുടെ ഈ മല്ലി അരച്ച മുട്ടക്കറി വളരെ വ്യത്യസ്തവും ടേസ്റ്റിയുമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ട്രഡീഷണലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോൾ മല്ലിയായിട്ടുള്ളത് വെള്ളത്തിൽ കുതിർത്ത് അരച്ചാണ്, അമ്മിയിൽ വെച്ച് അരച്ചാണ് പണ്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർത്തിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തി, പുട്ട്, പൊറാട്ട ഇതിൻ്റെ കൂടെയൊക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, take care. Bye-bye.